വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കുഞ്ഞൂസ് ആൻഡ് അമ്മൂസ് ബൂം. അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ? ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നമ്മൾ ഡേ ഇൻ മൈ ലൈഫാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റതേ ഉള്ളൂ, രാവിലെ ആയി. അപ്പോൾ ഞാൻ എനിക്ക് പോയി ഫ്രഷ് ആയിട്ട് വരാം. അപ്പം ഇന്ന് അമ്മാമ്മ മീൻകറി വെക്കാൻ പോവാണ്. ഞങ്ങൾക്ക് ഇന്ന് സ്കൂൾ അവധി ആയതുകൊണ്ട് ഇന്ന് അപ്പം ഇന്ന് ഞങ്ങൾക്ക് സ്കൂൾ അവധിയായിട്ടുള്ള ദിവസം ആയതുകൊണ്ട് ഞങ്ങൾ അമ്മാമ്മ ഇന്നലെ ഇവിടുത്തെ അടുക്കളയിലുള്ളൊരു വീഡിയോ ആണ്. അമ്മാമ്മ ഇന്ന് മീൻകറി വെക്കാൻ പോകുന്നത്. ഞങ്ങൾക്ക് ഇന്നിവിടെ സെൻറ്റ് തോമസ് ഡേ എന്ന് പറയുന്ന ഒരു ഡേ ആണ്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് ഇന്ന് സ്കൂളില്ല. അപ്പം നമുക്കിന്ന് അമ്മാമ്മ നെത്തോലി, ഒരു കൊച്ചു മീൻ പോലത്തെ ഒരു മീനാണ്, നെത്തോലി മേടിച്ചിട്ടുണ്ട്. അപ്പം നമുക്കത് കറി വെക്കാം. അതിൻ്റെ ഒരു വീഡിയോ ആണ്. അപ്പം ഇത് ഞങ്ങൾ അമ്മാമ്മ കണ്ടിക്കുന്ന കാണിച്ചു തരാവേ. നമ്മൾ അമ്മാമ്മ മേടിച്ച 2 മീനുകൾ മേടിച്ചിട്ടുണ്ട്. അപ്പം ഈ 2 മീനുകളാണ് കട്ട് ചെയ്യുന്നത്. ഈ മീനിൻ്റെ പേര് മാത്രമേ എനിക്കറിയാവൂ. കോരയൊന്നും നെത്തോലി. അപ്പം ഞാൻ ഫോൺ പിടിച്ചുകൊണ്ട് ഇരുന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ അമ്മാമ്മ പറഞ്ഞു തരും. അമ്മാമ്മ ഇനി ഇത് കണ്ടിച്ച് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കറി വെക്കാൻ നേരത്തെ വീഡിയോ എടുക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയും ചമ്മന്തിയാണ്, എനിക്ക് ഇഡ്ഡലിയും ചമ്മന്തിയാണ്. അപ്പോൾ നമ്മൾ കഴിക്കാം ഗൈസ്. അപ്പം ഞാൻ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് മീൻകറി വെക്കുന്ന കാണിക്കാൻ കുറച്ച് വൈകിപ്പോയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെയായിട്ടേന്ന് അമ്മാമ്മ പറഞ്ഞു തരും. ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് തക്കാളി ഇട്ടു, തക്കാളി, കൊച്ചുള്ളി, കുറച്ച് കറിവേപ്പില ഇട്ട് വഴട്ടി, അത് ഒന്ന് ചുവന്ന് വന്നപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് വേണ്ട ശരിയാക്കി അത് പുളിവെള്ളം ഒഴിച്ചു. നമ്മളെ പുളിവെള്ളം അമ്മ ഒഴിക്കാൻ വരിക കേട്ടോ. പുളിവെള്ളം ഇപ്പോൾ ഒഴിക്കുകയെ. പുളിവെള്ളം ഒഴിച്ചു. ഇത് ഏത് പുളിയമ്മ? നാടൻ പുളി. അപ്പം അപ്പുറത്തൊരു കാര്യം ഇരിപ്പുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അപ്പുറത്ത് മീൻ പൊരിച്ച് വെച്ച് നെത്തോലി മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വെള്ളത്തിൽ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കണം. തിളച്ച് വരുമ്പോൾ മീൻ പറക്കി ഇട്ടാൽ മതി. ഇല്ല കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് പിന്നെയും പുളിവെള്ളമാണോ? ആവശ്യത്തിന് പിന്നെയും പുളിവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് അമ്മാമ്മ മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നെത്തോലി മീൻ പൊരിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വേറെ കുറച്ച് മീനുകൾ ഇരിപ്പുണ്ട്, അത് കറി വെക്കാനാണ്. അപ്പൊ അത്രയേ ഉള്ളൂ. ഇനി അപ്പൊ ഈ നമുക്ക് തിളച്ച് വരുന്നവരെ കാത്തിരിക്കാം. നമ്മൾ അരപ്പ് തിളച്ച് വന്നിട്ടുണ്ട്. അമ്മാമ്മ മീൻ കറി അരപ്പിലോട്ട് ഇടാൻ ഒരയാട്ടം ഇടുന്ന്. അപ്പം ഇതൊന്ന് സെറ്റായി വന്നിട്ട് നമുക്ക് കാണാം. അമ്മാമ്മയുടെ മീൻകറി ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണം. നമുക്ക് കുറച്ച് കഴിച്ചു നോക്കാം. അരപ്പിന് നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. കൊള്ളാം. നമുക്കിനി ഇത് കുറച്ചും കൂടി ഇരുന്നൊന്ന് വേട്ടല്ലേ വേട്ട് വരാം കേട്ടോ. അപ്പോൾ ഗൈസ് ഞാൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 3 മണി ആവാറായി. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ശിവാനി ഇവിടെ ഇരുന്ന് അവളുടെ സ്റ്റിക്കറൊക്കെ അടുക്കി പറക്കി വെക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ സ്റ്റിക്കറൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ശിവാനി തന്നെ ആ സ്റ്റിക്കറൊക്കെ കാണിച്ചു തരും കേട്ടോ. ശിവാനി അപ്പോൾ ഗൈസ് ഞാൻ ഇവിടെ നിർത്തിയാൽ ക്രാഫ്റ്റ് ചെയ്യാൻ ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റിക്കർ ഇവിടെ ഫുള്ള് പറന്ന് കിടക്കും. നമുക്കിപ്പോൾ ഇത് എന്ത് പറ്റി വിചാരിച്ചാൽ അടുക്കാന്ന്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചൊരു സ്റ്റിക്കറാണ്. ഇത് നമ്മൾ നോർമൽ സ്റ്റിക്കർ പോലത്തെ സ്റ്റിക്കറാണ്. പല ഡിസൈനുകളിൽ നമുക്കിത് കിട്ടും. ഇതിപ്പോൾ ഒരു സെറ്റ് എന്ന് പറയും. ഇതൊരു സെറ്റ്, ബാക്കി
ഉള്ള സെറ്റുകളൊക്കെ ഞാൻ റബ്ബർ ബാൻഡ് വെച്ച് ഇട്ടുകൊണ്ടിരിക്കുമായിരുന്നു. ബാക്കി അടുത്ത സെറ്റ് ഇത്. അധികമെന്ന് വെച്ചാൽ അധികമൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഞാൻ കാണിച്ചു തരാം. അധികമൊന്നും ഇല്ലെങ്കിലും നമുക്ക് കണ്ടോ ഇതേപോലെ ഒത്തിരി പടങ്ങളിൽ കിട്ടും. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ പടങ്ങളൊക്കെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഗൈസ്. സ്റ്റിക്കർ നല്ല രസമുണ്ട്. പക്ഷേ ഇതേപോലത്തെ സാധനത്തിൽ കാണിച്ചു കൊടുക്കും. ഇതേപോലത്തെ ഒരു സാധനത്തിൽ വരും. ഇതേപോലെ നമുക്കിത് വേണമെങ്കിൽ അളക്കാം. ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ ഗൈസ് ഇതാണ് ശിവാനിയുടെ സ്റ്റിക്കർ കളക്ഷൻ കേട്ടോ. ഇഷ്ടം പോലെ ഇതാണല്ലോ ആ ഇരിപ്പുണ്ട്. അപ്പോൾ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അവൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അവളാണ് മിക്കപ്പോഴും ഇത് ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് എടുക്കാറ് കേട്ടോ. അപ്പോൾ ഇനി അവൾ ക്രാഫ്റ്റ് ചെയ്യട്ടെ. അപ്പോൾ നമുക്കിനി വൈകുന്നേരം കാണാം. ഗൈസ് നമ്മളൊന്ന് പുറത്തോട്ട് പോവാണ് കേട്ടോ. അവിടെ എത്തിയിട്ട് കാണാമേ. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. നമ്മൾ വന്നിട്ടുണ്ട്. കടയിൽ കയറിയിട്ടാണ്.